മണി മ്യൂൾ അക്കൗണ്ടുകൾക്കെതിരെ ശക്തമായ ഇടപെടലുമായി ഹൈക്കോടതി. മണി മ്യൂൾ അക്കൗണ്ടുകൾ സമൂഹത്തിന് വലിയ ഭീഷണിയെന്ന് ഹൈക്കോടതി. സൈബർ തട്ടിപ്പിന് സഹായിക്കുന്ന അക്കൗണ്ടുകൾക്ക് എതിരെ കർശന നടപടിയെന്നും മുന്നറിയിപ്പ്. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതിന് എതിരായ ഹർജി തള്ളിയാണ് കോടതിയുടെ നിരീക്ഷണം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുക. മണി മ്യൂൾ അക്കൗണ്ടുകൾ എന്നതുകൊണ്ട് ഹൈക്കോടതി ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലുള്ള നിക്ഷേപമാണ്? അതിൻ്റെ വിശദാംശങ്ങൾ കൂടി രേഷ്മ. വിനോദ്, ഈ മണി മ്യൂൾ അക്കൗണ്ടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഓൺലൈൻ അഥവാ സൈബർ തട്ടിപ്പുകളിലൂടെ ലഭിക്കുന്ന കള്ളപ്പണം നിക്ഷേപിക്കുന്ന അക്കൗണ്ടുകളെയാണ് വ്യാപകമായിട്ട് മണി മ്യൂൾ അക്കൗണ്ടുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത്തരം മണി മ്യൂൾ അക്കൗണ്ടുകൾ സമൂഹത്തിനാകെ ഭീഷണിയാണെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിലയിരുത്തിയിട്ടുള്ളത്. നേരത്തെ തന്റെ അക്കൗണ്ടിലേക്ക് അറിയാതെ ഏതോ പണം വന്നിട്ടുണ്ട്, ഇക്കാര്യത്തിൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറം സ്വദേശിനി ഒരു ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ മുന്നിൽ നൽകി. ഈ ഹർജി തള്ളിക്കൊണ്ടാണ് മണി മ്യൂൾ അക്കൗണ്ടുകൾ എത്രത്തോളം സമൂഹത്തിൽ വിപത്തുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് ഹൈക്കോടതി കടന്നത്. ഹർജിക്കാരിക്കെതിരെ എഫ്ഐആർ ഇട്ടുകൊണ്ട് അന്വേഷണം നടത്തണമെന്നുള്ള ഒരു തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ സൈബർ തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുന്ന അക്കൗണ്ട് ഉടമകൾ അല്ലെങ്കിൽ അക്കൗണ്ടുകൾ, അതിന്റെ ഉടമകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. സംഘടിത കുറ്റകൃത്യമാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ പെൺകുട്ടി പറഞ്ഞത് തന്റെ അക്കൗണ്ടിലേക്ക് ഈ പണം എത്തിയത് എങ്ങനെയാണെന്ന് തനിക്ക് അറിയില്ല എന്നുള്ളൊരു വാദമാണ് അവർ ഉന്നയിച്ചത്. പക്ഷേ ആ നിലപാടും വാദവും സംശയകരമാണെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘടിത കുറ്റകൃത്യത്തിന് കേസെടുത്തുകൊണ്ട് ഇവർക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാനായിട്ടുള്ള നിർദ്ദേശം കൂടി ഈ ഹർജി തള്ളവേ ഹൈക്കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സൈബർ തട്ടിപ്പിന് വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് ഈ പെൺകുട്ടിയുടെ പേരിലുള്ള അക്കൗണ്ട് എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ മണി മ്യൂൾ അക്കൗണ്ട് ഉടമകൾ ആരൊക്കെയാണോ അവർക്കെതിരെ അന്വേഷണം വേണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കും നിലപാടിലേക്കുമാണ് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. നേരത്തെയും വ്യാപകമായിട്ട് ഈ വിഷയത്തിൽ വലിയ രീതിയിൽ വിമർശനം ഉണ്ടായിരുന്നു. കാരണം ഈ ഓൺലൈൻ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം ഇത്തരത്തിൽ വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട്. ഈ മണി മ്യൂൾ അക്കൗണ്ട് ഉടമകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസവുമായിരുന്നു. എന്തായാലും ഇത്തരമൊരു അക്കൗണ്ട് ഉടമയാണ് ഈ ഹർജിക്കാരിയായിട്ടുള്ള പെൺകുട്ടി. അവർക്കെതിരെ അന്വേഷണം നടത്താനായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി ഇക്കാര്യത്തിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിനോദ്.